ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ്, എല്ലാവരും സേഫാന്ന് കരുതുന്നു. അപ്പോൾ ഇതാ വീട്ടിലെത്തി, നല്ല കുളിയെല്ലാം കഴിഞ്ഞ്. ഞാൻ കഴിഞ്ഞ ദിവസവും പിന്നെ എൻ്റെ ചെറിയക്കാക്കര വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ കാലത്ത് എത്തിയിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയപ്പോൾ നല്ലൊരു സുഖമുണ്ട്. ഇനിയിപ്പോൾ ആദ്യം വീട്ടിൽ ചടഞ്ഞിരിക്കാൻ കഴിയില്ല, കാരണം നാളെ പിന്നെ എൻ്റെ കസിൻ്റെ കല്യാണമാണ്. നാളെയും മറ്റന്നാളാണ്, പക്ഷേ ഞങ്ങൾക്കെല്ലാം ഉള്ളത് നാളെയാണ് ഫംഗ്ഷൻ, മറ്റന്നാൾ നിൽക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ ഫാൻസി ഐറ്റംസ്, പിന്നെ അതുപോലെ തന്നെ മാച്ചുവിൻ്റെ ഷർട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അതെല്ലാം വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഉമ്മ ഇന്ന് പിന്നെ ചെറിയ കക്കയുടെ അടുത്തേക്ക് പോകാമെന്ന്, അത് എൻ്റെ കസിൻ്റെ കൂടെ മുച്ചിൻ്റെ കൂടെ പോകാമെന്ന്. അപ്പോൾ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. മാച്ച് പിന്നെ ഇവിടെ ഇല്ലല്ലോ, അഴീക്കോടല്ലേ ഉള്ളത്. നാളെ അവൻ വരുള്ളൂ, അവിടെ നേരെ ഫംഗ്ഷന് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് അറിയില്ല. ഞാൻ ഇറങ്ങാൻ പോകുമ്പോഴേക്കതാ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. ഇന്നലെ ഇതേപോലെ തന്നെ മഴയുണ്ടാവും വിചാരിച്ചിട്ട് ഞാൻ ക്യാമറ ഒന്നും എടുക്കാണ്ട് ആകെ ഒരു മൊബൈൽ എടുത്തിട്ടാണ് പോയത്. പക്ഷെ എന്താ അത് ഞാൻ ഒന്ന് പ്രതീക്ഷിക്കാണ്ട് പോയത്. അവിടെ എത്തുമ്പോഴേക്ക് നല്ലൊരു ഫംഗ്ഷൻ കിട്ടി. പക്ഷെ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അത് ക്യാമറയില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥ. എന്താ ചെയ്യുക? പിന്നെ വീണിട്ട് വിഷ്ണു ലോകം എന്ന് പറഞ്ഞ പോലെ അങ്ങ് റെക്കോർഡ് ചെയ്ത് അത്രേ ഉള്ളൂ. വലിയ ക്ലിയർ ഒന്നും ഇല്ല. പിന്നെ ഒന്നാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. പക്ഷേ അവ കുളിക്കാനൊക്കെ പോയ സമയത്ത് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുമ്പോഴേക്ക് നിസ്കാരമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് പിന്നെ ഇരുടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലൈറ്റ് സെറ്റപ്പ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം അവിടെ താഴെയൊക്കെ ലൈറ്റ് ഉണ്ട്, പക്ഷെ അത് അത്ര ഒരു എഫക്റ്റായിട്ട് തോന്നുന്നില്ല. കാരണം ഈ ക്യാമറ ആണെങ്കിലും ഒക്കെ നല്ല ഫോട്ടോസോ വീഡിയോസൊക്കെ കിട്ടും. പക്ഷേ മൊബൈൽ ആയതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ക്ലിയറിൽ കിട്ടിയിട്ടില്ല. പിന്നെ അങ്ങനെ എന്തായാലും അടിച്ചു പൊളിച്ച് അത്രേ പറയാനുള്ളൂ. ഇപ്പം ഈ ഒരു മഴ കൂടോ ഇല്ലയോ ഒന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. ഒന്നാമത് കോട്ട് വാങ്ങാത്തതുകൊണ്ടാണ് പറ്റിയത്. ഇനിയിപ്പോൾ ഇന്ന് നോക്കട്ടെ. ഈ ഒരു മഴയാണെങ്കിൽ ഇന്ന് പോയടത്തുനിന്ന് മഴയുണ്ടെങ്കിൽ കോട്ട് വാങ്ങിയേ പറ്റുള്ളൂ. പിന്നെ കാറെടുത്ത് പോകാണ്ടിരിക്കലാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഇന്നെല്ലാം ഷോപ്പും തുറക്കുന്നതെന്ന്, റെഡിമെയ്ഡ് ആയാലും ഫുട്വെയർ ആയാലും പിന്നെ അതുപോലെ ഫാൻസി കട എല്ലാം തുറക്കുന്ന ദിവസമാണ് ഇന്ന് ഫ്രൈഡേ. അപ്പോൾ ഇന്ന് പിന്നെ വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ പാർക്കിംഗ് ഒന്നും കിട്ടില്ല, അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നനഞ്ഞിട്ട് ഇന്ന് പോയിട്ട് വരാം, അത്ര തന്നെ. ഷോപ്പിലേക്ക് കയറി നിൽക്കാനുള്ളത്. ഇനിയിപ്പോൾ മഴ ജോലിനേരെ കൊടുക്കുന്ന നല്ല കാറ്റും മഴയാണ്. പിന്നെ എന്ത് തിരക്കാന്ന് ചെറുക്കെടുത്തിട്ട് പോയി പാർക്ക് ചെയ്യാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. ഞാൻ തന്നെ ഇപ്പോൾ കുറേ ദൂരം പോയിട്ടാണ് സ്കൂളിൽ പാർക്ക് വെക്കുന്നത്. ഫസ്റ്റ് ഒരു പാത്രക്കാരത്തിന് വാങ്ങിയിട്ട്, കാരണം വെച്ചാൽ പിന്നെ ബാക്കി എല്ലായിടത്തും പോകുമ്പോൾ തിരക്കുന്നത്. ഒന്ന് രണ്ട് സ്ഥലത്ത് പോയിട്ട് തിരക്കായിട്ട് ഇറങ്ങിയത്. നമ്മളെ കാതർക്കാരടുത്തെത്തി. കാതർക്കാർ ഞാൻ സെലക്ട് ചെയ്താലും കാണിച്ചു കൊടുക്ക്. അതെല്ലാം ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് വിശദമായിട്ട്. ഇനിയിപ്പം നാളെ കാണിച്ചു തരാം, അതാ ബെറ്റർ. കാരണം ഇനിയും കുറേ സ്ഥലത്ത് കയറാനുണ്ട്. എല്ലായിടത്തും കയറുന്നിടത്തെല്ലാം തിരക്കാൻ തോന്നും. ഇപ്പം ഇവിടെ തന്നെ നല്ല തിരക്കിലാണെന്നല്ലേ? ഓക്കെ, എന്നാൽ വേഗം ബില്ലായിക്കോ. ഇപ്പം ഇതാ മാച്ചുവിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ US പോളോയിൽ എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ മാച്ചിന് എപ്പോഴും കറക്റ്റ് സൈസ് കിട്ടില്ല. കറക്റ്റ് സൈസ് അല്ല, ഫിറ്റ് കിട്ടുള്ളൂ. ബാക്കിയെല്ലാവർക്കും സൈസ് കിട്ടും, പക്ഷേ ഫിറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതിനാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ മാച്ചു ഇല്ലാത്തതുകൊണ്ട് മാച്ചുവിൻ്റെ ഒരു ഷർട്ട് എടുത്തിട്ടാണ് കൊണ്ടുവന്നത്. ഇതിപ്പോൾ കറക്റ്റ് ആണോ നോക്കുന്നത്? കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെ കുറേ നടന്നിട്ട് മാച്ചുവിൻ്റെ ഷൂസും പിടിച്ചു. അപ്പോൾ ഇതെല്ലാം എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീട്ടിലെത്തിയ കാണിച്ചത്. കാരണം ഇപ്പം വെസ്റ്റിയും ചെയ്യുന്ന എന്താ പറയുക, മഴ പെയ്യോ എന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ട് വേഗം വീട്ടിലെത്താനുള്ള പരിപാടിയുണ്ട്. ഗൈസ്, അങ്ങനെ എത്തിയപ്പാടിന് എപ്പം കുളിക്കലാണ്. പക്ഷേ ഇന്ന് കുളിക്കാനൊന്നും സമയമില്ല. കാരണം വെച്ചാൽ ഭയങ്കര വിശപ്പിൻ്റെ അങ്ങേ തലക്കെത്തിയിട്ടുള്ള. കാരണം സമയം ഇപ്പം 4 മണിയായി. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴീക്കോടിലൊന്ന് പോയിട്ട് വരാനാണ്. പക്ഷേ അഴീക്കോട് പോയാൽ ഇന്ന് ബിരിയാണി ആയിരിക്കും. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം മിക്കവാറും എല്ലാ സ്ഥലത്തും ബിരിയാണി ആയിരിക്കും. അതുകൊണ്ട് പിന്നെ ആഴ്ച വേണ്ട, കൊണ്ടാ ഇന്നലെ അല്ലേ എന്തെല്ലോ കഴിച്ചത്. ഇനിയിപ്പം പിന്നെ ബിരിയാണി വേണ്ട വിചാരിച്ചു. അപ്പോൾ വരുന്ന തന്നെ നമ്മളെ പിന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ അടുത്ത് തന്നെ ജയിലിൻ്റെ പിന്നെ ചപ്പാത്തിയും അതുപോലെ വെജിറ്റബിൾ കറിയും വാങ്ങിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഞങ്ങളെപ്പോൾ പിന്നെ എപ്പോൾ അല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്കെല്ലാം ചപ്പാത്തി വാങ്ങിക്കലുണ്ട്. ഇന്ന് വെജിറ്റബിൾ കറി ചിക്കൻ കറി ഉണ്ടായിരിക്കും. അപ്പോൾ സാധാരണ മുട്ടക്കറിയും കൂടി ഉണ്ടാകലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ടക്കറി വാങ്ങാമെന്ന്. പക്ഷേ ഒന്നും മുട്ടക്കറിയില്ല. അധികം ആൾക്കാരും വരുന്നത് അവിടെ പിന്നെ ചിക്കൻ ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടിയാണ്. എനിക്ക് ആദ്യം ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു ബിരിയാണി വാങ്ങിയത്. വേണ്ട വേഗം മനസ്സിനെ നിയന്ത്രിച്ച് ചപ്പാത്തി വാങ്ങിച്ച്. പിന്നെ ഇന്ന് ഞാൻ വാങ്ങിച്ച സാധനങ്ങളെ നോക്കാം. ബിഗ് പർച്ചേസ് ഒന്നുമല്ല, ഒരു കുഞ്ഞി പർച്ചേസ്. ഇതപ്പം നമ്മൾ ബ്രൈഡൽ ഷവറിന് വാങ്ങിച്ച ഫാൻസിയാണ്. ഞാൻ അവിടെ തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ വീണ്ടും കാണിക്കാം. ഒരു മൈലാഞ്ചി കൂടി എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇപ്പം കല്യാണമല്ലേ, അപ്പോൾ മൈലാഞ്ചിയിൽ ഇടാൻ ജസ്റ്റ് വാങ്ങിച്ചതാണ്. പിന്നെ ഇതാ ഞാൻ വാങ്ങിച്ച ബാങ്കിള്.
ഇതൊരു ബാംഗിൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ, ശരിക്കും കാണുന്നില്ല. ഓക്കെ, ഇത് ഈ ഒരു ബാംഗിള്, പിന്നെ അതുപോലെ കമ്മല്, പിന്നെ ഒരു റിങ്. ഒന്നും ശരിക്കും ഫോക്കസ് ആകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ ഷിറു പറഞ്ഞു വെച്ചാൽ ഇതെന്താണ് ആദിവാസികളെല്ലാം ഇടുന്ന പോലെ. ചെയ്യാ, ഇപ്പോഴത്തെ പോലെ ഒരു മോഡലല്ല, അപ്പോൾ ആ മോഡലിനനുസരിച്ചിട്ട് വാങ്ങാനല്ലാണ്ട് ഇപ്പോൾ നമുക്കായിട്ട് പുതിയ മോഡലൊന്നും ആക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ബ്രൈഡൽ ഷവർ വാങ്ങിച്ചത്. നമ്മളത് കുഞ്ഞ് പർച്ചേസാണ്. പിന്നെ മാറ്റൂൻ്റെ സാധനം വാങ്ങിച്ചാൽ മാറ്റൂൻ്റെ ഈ ഒരു ഷർട്ടാണ് വാങ്ങിച്ചത്. ടീഷർട്ട് എപ്പോൾ വാങ്ങിക്കുന്നതുകൊണ്ട് ടീഷർട്ട് തന്നെ പറയുന്നത്. അപ്പം ഈ ഒരു നല്ല ഫ്ലോറലായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പം അതും വാങ്ങിച്ച് പിന്നെ ഷർവാണിൻ്റെ ഷൂസാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം പിന്നെ എന്താ പറയുക, അവർ കല്യാണത്തിന് ഷർവാണി ഇടാം, പിന്നെ മൈലാഞ്ചിക്ക് ഷർട്ട് ഇടാന്ന് പറഞ്ഞായിരുന്നു. ഇതെല്ലാം ആദ്യമേ തീരുമാനിച്ച് വെച്ചിരുന്നേ, പക്ഷെ എന്താ ചെയ്യുക, ലോക്ക്ഡൗൺ ഒക്കെ വന്നുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് പർച്ചേസിനൊന്നും ഇറങ്ങാൻ കഴിയുന്നില്ല. ഇപ്പം തന്നെ ഞാൻ കുറേ ഷോപ്പിൽ കയറി, പക്ഷെ എല്ലായിടത്തും ഭയങ്കര തിരക്കാണ്. ഞാൻ ഇന്ന് പോയി വരുമ്പോഴേക്ക് കുറേ സാധനം വന്നിട്ടുണ്ട്. ഞാൻ മിന്ത്രയിൽ 1-2 ടീഷർട്ടിനും മാച്ചിനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം വന്നിന്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ആമസോണിൽ ഞാനൊരു വെബ്കാമിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഫസ്റ്റ് നമുക്ക് നമ്മളെ മാച്ചുവിൻ്റെ ടീഷർട്ട് നോക്കാം. മാച്ചിൻ്റെ ഇടയിൽ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ അൺബോക്സ് ചെയ്യാം. മാച്ചു ഉണ്ടെങ്കിൽ മാച്ചു സമ്മതിക്കില്ല, എനിക്ക് തന്നെ ചെയ്യണം എന്നിട്ട് കളിക്കും. ഞാൻ പിന്നെ വേഗം നോക്കാൻ വിചാരിച്ച്. ഇത് നല്ല ബ്ലാക്ക് കളറിലുള്ളതാണ്. ബ്ലാക്കിൽ ഈ ഒരു പ്രിൻ്റെല്ലാം മാച്ചുകൾ നല്ലോണം ഇഷ്ടമായത്. ഒരു എന്താ പറയുക, കാറിൻ്റെ പ്രിൻ്റ്. ഇത് അവൻ തന്നെ സെലക്ട് ചെയ്തതുകൊണ്ട് എനിക്ക് തന്നെ ഓർമ്മയില്ല കാറാണോ ബൈക്കാണോ എന്നുള്ളത്. ഓക്കെ, അതവിടെ കട്ടെ ബ്ലാക്ക് കളറ്. ബ്ലാക്ക് എന്താണെന്നറിയില്ല, മാച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്താണെന്നറിയില്ല, കുറേ ബ്ലാക്ക് ടീഷർട്ട് ഉണ്ട്, എന്നാലും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് പിന്നെ വാങ്ങിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ ടീഷർട്ട് വാങ്ങിക്കുന്ന ബ്ലാക്ക് തന്നെ. ഇത് വേറൊരു കളറാണ്, അതായത് ഈ ഒരു മിലിറ്ററി കളർ. ഇത് വേറെ പേരൊന്നും എനിക്കറിയില്ല. ഇത് നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഒരുപാട് കളേഴ്സ് ആയിട്ട് അതവിടെ കെട്ടി. ഇനി നമ്മളെ വെബ് ക്യാം സ്കൂള് തുറന്ന് വെബ് ക്യാമിൻ്റെയും എല്ലാത്തിൻ്റെ ആവശ്യമായി. മുമ്പ് ലാപ്ടോപ്പ് ആകുമ്പോൾ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ഡെസ്ക് ടോപ്പ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏതായാലും സ്കൂൾ തുറക്കാനാകുമ്പോൾ വാങ്ങാൻ, ഷിജുവിൻ്റെ അടുത്ത് വാങ്ങാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ലോക്ക്ഡൗണും കാര്യമെല്ലാം ആയതുകൊണ്ട് പിന്നെ അവൻ്റെ കയ്യിലും ഇല്ല. പിന്നെ ഞാൻ ടൗണിലും പോയി നോക്കി, പക്ഷെ ആരെ കയ്യിലും ഇല്ല. ഇന്ന് ഞാൻ ബുക്ക് വാങ്ങിക്കണം വിചാരിച്ചിട്ടല്ലാന്ന് ടൗണിൽ പോയത് കേട്ടോ, പക്ഷെ ഭയങ്കര തിരക്കാവില്ല. ബുക്കൊന്നും വാങ്ങിക്കാൻ കഴിയില്ല, അത്രയും തിരക്കിലുള്ള ആൾക്കാരെല്ലാം കൂട്ടം കൂടിയൊക്കെയാണ്. അവിടെ ഞാൻ ബുക്കൊന്നും വാങ്ങിച്ചിട്ടില്ല. അവിടെ ഏതായാലും അതിന് ഓൺലൈനിൽ വേണം വാങ്ങിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മളെ വെബ് ക്യാമും കിട്ടി, ആ ഒരു സൊല്യൂഷനും കൂടിയായി. അതിന് മാച്ചുവിന് പിന്നെ എന്താ പറയുക, കമ്പ്യൂട്ടറിൽ തന്നെ ഇരുന്നിട്ട് പിന്നെ ക്ലാസ്സൊക്കെ കേൾക്കാം. ഇത്രയും ദിവസം എന്ന് പറഞ്ഞാൽ പിന്നെ മൊബൈൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ കുറേ സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ അത് കയ്യെല്ലാം വേദനയാണ്. ഇപ്പം രാത്രിയായിട്ടും ആരും എത്തിയിട്ടില്ല കേട്ടോ, എല്ലാവരും കല്യാണ വീട്ടിലാണ് ഉള്ളത്. ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. എന്നെ കുറേ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോയിട്ടില്ല. കാരണം ഇന്നിപ്പോൾ ടൗണിലെല്ലാം പോയി വരുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ചെറിയൊരു തലവേദനയൊക്കെ ഉണ്ട്. കാരണം ഫുഡൊക്കെ കുറേ ലേറ്റായി. അപ്പോൾ എനിക്ക് ആ ഫുഡിൻ്റെ ടൈമെല്ലാം തെറ്റുമ്പോൾ എന്ന് പറഞ്ഞാൽ തലവേദനയെല്ലാം എടുക്കും. അപ്പം പിന്നെ എനിക്ക് മടിയായി പോകാൻ വേണ്ടി. പിന്നെ എന്താ പറയുക, ഇനിയിപ്പോൾ നാളെ ഉച്ച കഴിയുമ്പോൾ തന്നെ പോകേണ്ടതാണ്, അടച്ചപ്പാടിലാക്കേണ്ടതാണ് നാളത്തെ കാര്യം. ഗോപിയായിരിക്കും സൗണ്ടൊക്കെ പോയിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനാബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.